സംഗീതത്തിനായി 3 പതിറ്റാണ്ട് സമർപ്പിച്ച ജോസ് തോമസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയാണ് കുടുംബാംഗങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ കന്യാസ്ത്രീയായ സഹോദരി ആൻസി മരിയ പുത്തൂരിന്റെ ക്ഷണപ്രകാരമാണ് ഒരാഴ്ച മുൻപ് പോയത്. കോൺവെന്റിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ജോസിന്റെ സംഗീതം വേണമെന്ന് സിസ്റ്റർ ആൻസി ആഗ്രഹമറിയിച്ചു. മകനെയും കൂട്ടിയായിരുന്നു യാത്ര. പോകുന്നതുവരെ സംഗീത പരിപാടികളിൽ സജീവമായിരുന്നു. KJ യേശുദാസ്, KS ചിത്ര, MG ശ്രീകുമാർ തുടങ്ങിയ ഗായകരുടെ പരിപാടികളിലും നിരവധി സിനിമകളിലും സംഗീത സംവിധായകർക്കായി പിന്നണിയിൽ ജോസ് തോമസ് ഉണ്ടായിരുന്നു. ടെലിവിഷൻ ചാനലുകളിലെ സംഗീത പരിപാടികളിൽ സ്ഥിര സാന്നിധ്യവുമായിരുന്നു. ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലും ഗായകരുടെ സംഗീത പരിപാടികളിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അകാല വേർപാട് താങ്ങാനാവുന്നില്ലെന്ന് സഹോദരനും പാലാരൂപതയിലെ പൈക ഇടവക പള്ളിവികാരിയുമായ ഫാദർ സെബാസ്റ്റ്യൻ പുത്തൂർ പറഞ്ഞു. ഗിറ്റാറിസ്റ്റ് ജോസ് എന്നറിയപ്പെടുന്ന ജോസ് തോമസ് ഞങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനാണ്. അവന് 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ അവനെ ചെറിയ തോതിൽ അവൻ്റെ കൈവിരലുകളൊക്കെ പ്രവർത്തിച്ച് വരുന്ന കാലം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആകുന്ന കാലത്ത് ഗിറ്റാറിൽ ചെറിയ പരിശീലനം കൊടുത്ത് അതിനുശേഷം മറ്റ് പല മാഷുമാരുടെ അടുത്ത് പോയി പഠിക്കുകയും അവസാനം സംഗീത കോളേജിൽ തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ സംഗീതം പഠിക്കാനായിട്ട് വിടുകയും തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു മൈക്കിൾ മാഷിൻ്റെ കൂടെ സാമാന്യം നന്നായിട്ടുള്ള കോഴ്സുകളെല്ലാം നടത്തിയതിന് ശേഷം അവിടെയുള്ള OBR സാറ് മറ്റും അനേകം വിദഗ്ധരായ ആളുകളുടെയൊക്കെ കൂടെ പരിശീലനം നേടി അതിനുശേഷം തിരുവനന്തപുരത്ത് നാദബ്രഹ്മ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഒരു മ്യൂസിക് ട്രൂപ്പിൻ്റെ കൂടെയും മറ്റെല്ലാ ട്രൂപ്പിൻ്റെ കൂടെയും ഗിറ്റാറിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. തുടർന്ന് അറ്റ്ലാന്റയിൽ അമേരിക്കയിൽ പോയി അവിടെയും കോഴ്സുകൾ പഠിക്കുകയും 5 വർഷത്തോളം അവിടെ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം റിയാലിറ്റി ഷോകളിലും മഴവിൽ മനോരമ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ, മനോരമ ചാനൽ, ഫ്ലവേഴ്സ് ചാനൽ, കൈരളി ചാനൽ, ദൂരദർശൻ തുടങ്ങിയ എല്ലാ മിക്കവാറും ചാനലുകളിലും ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരുപാട് ഭക്തിഗാനങ്ങളിൽ ഞാൻ കമ്പോസ് ചെയ്തതും ജോസ് ഓർക്കസ്ട്ര കൊടുത്തതുമായ ഒരുപാട് ഭക്തിഗാനങ്ങളിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി ഒരു ഇംഗ്ലീഷ് പാട്ട് എൻ്റെ സഹോദരി സിസ്റ്റർ ആൻസി മരിയയുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഹൗസിൻ്റെ 50ാമത് ഗോൾഡൻ ജൂബിലി ആഘോഷം അനുബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് പാട്ട് എഴുതി എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ കമ്പോസ് ചെയ്ത് ജോസിൻ്റെ സ്റ്റുഡിയോയിൽ ടാലൻറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക് ഇത് രണ്ടും ജോസ് നടത്തുന്നുണ്ട്. അവിടെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ജോസും മൂത്ത മകൻ അമലും കൂടി സൗത്ത് ആഫ്രിക്കയിൽ പോവുകയും തിരിച്ച് വരുന്ന വഴിയിൽ ഈ അപകടം ഉണ്ടാകുകയും ചെയ്തു. ജോസിൻ്റെ ഭാര്യ മിനി പള്ളിക്കത്തോട് അഞ്ചാനിക്കൽ കുടുംബമാണ്. ജോസിൻ്റെ 2ാമത്തെ മകൻ എമിൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി BA മ്യൂസിക് പാസ്സായി ഇപ്പോൾ സ്വാതിരുന്നാൾ സംഗീത കോളേജ് തിരുവനന്തപുരത്ത് MA ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഒരു സഹോദരിയും കൂടി സിസ്റ്ററായിട്ടുണ്ട്, സിസ്റ്റർ ജോർജിയ മരിയ. ആ സഹോദരി ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്, നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. 2 സഹോദരന്മാരുള്ളത് മാത്യു തോമസ് കുട്ടിയുടെ മകൻ ഒരു വൈദികനുണ്ട്. അത് ഇടുക്കി രൂപത വൈദികനായിട്ട് ഫാദർ ബിപിൻ തോമസ് പുത്തൂർ വർക്ക് ചെയ്യുന്നു. ഈ ഒരു ദുഃഖത്തിൽ താങ്ങാനാവാത്ത ഒരു വിടവാണ് കലാകേരളത്തിനുണ്ടായിട്ടുള്ളത്. യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര, MG ശ്രീകുമാർ തുടങ്ങിയ മുൻനിര പാട്ടുകാരുടെ ജയചന്ദ്രൻ ഇവരുടെ എല്ലാം കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 80 എപ്പിസോഡ് ബിജു നാരായണൻ, രവീന്ദ്രൻ മാഷ്, അന്തരിച്ച രവീന്ദ്രൻ മാഷ്, ഇവർ ഈ ഗായകരെക്കുറിച്ച് നടത്തിയ 80 എപ്പിസോഡ് ഗിറ്റാറിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പുകഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു പേരിനോ പറയുന്നത് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിന് വലിയ ഒരു ആർട്ടിസ്റ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രസിദ്ധ വയലിനിസ്റ്റ് റെക്സ് മാഷുമൊക്കെയായി വളരെയേറെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇംഗ്ലീഷ് ഗാനങ്ങൾ കൂടാതെ ഹിന്ദി ഗാനമേളകളിലും പങ്കെടുത്തിട്ടുണ്ട്. അൽക്ക യാനിക്ക് തുടങ്ങിയവരുടെ കൂടെയും ഒക്കെ, ഉദിത് നാരായണൻ തുടങ്ങിയവരുടെ കൂടെയൊക്കെ ഗിറ്റാർ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ 55 വയസ്സേ ഉള്ളൂ. ഇപ്പോഴും ഇനിയും വളരെയേറെ കാലം കലാകേരളത്തിനും നമ്മുടെ സഭാ സമുദായത്തിനുമൊക്കെ അഭിമാനമായിട്ട് നിലനിൽക്കേണ്ട ആളാണ് മരണപ്പെട്ടത്. എങ്ങനെ വാക്കുകൾ കൊണ്ട് ഈ വിടവ് അല്ലെങ്കിൽ ഈ ദുഃഖം അറിയിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഞാൻ അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് ഓർമ്മയായി തീരുമ്പോൾ പാരമ്പര്യമായി കിട്ടിയ സംഗീതം 2 മക്കൾക്കുമായി പകർന്നു നൽകിയ ശേഷമാണ് ജോസ് പോകുന്നത്. ആ ഒരു ആശ്വാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നതും.